നമസ്കാരം. ശബരിമലയിലെ ദ്വാരപാലക ശില്പത്തിൽ നടന്ന സ്വർണ്ണമോഷണവുമായി ബന്ധപ്പെട്ട അന്വേഷണം ഇപ്പോൾ നിർണായകമായ ഒരു വഴിത്തിരിവിലേക്ക് എത്തിയിരിക്കുകയാണ്. കേസ് അന്വേഷിക്കുന്ന പ്രത്യേക അന്വേഷണ സംഘം ദ്വാരപാലക ശില്പത്തിൽ നിന്ന് തുടങ്ങി കട്ടളപ്പാളിയിലെ സ്വർണ്ണമോഷണത്തിലേക്കും അവിടെ നിന്ന് ഇപ്പോൾ 2017 കൊടിമര പുനഃപ്രതിഷ്ഠയിലെ ക്രമക്കേടുകളിലേക്കുമൊക്കെ തന്നെ അന്വേഷണം വ്യാപിപ്പിച്ചിരിക്കുകയാണ്. അന്വേഷണത്തിൻ്റെ ഓരോ ഘട്ടത്തിലും പുതിയ ട്വിസ്റ്റുകൾ ഇപ്പോൾ സംഭവിക്കുന്നതാണ് കേരളം കാണുന്നത്. സ്വർണ്ണക്കൊള്ളയുടെ ഈ നീണ്ട ചരിത്രം പരിശോധിക്കുമ്പോൾ ഭരണകക്ഷിയായിട്ടുള്ള CPM-നെയും മുഖ്യമന്ത്രിയെയും ഒരുപോലെ പ്രതിക്കൂട്ടിലാക്കുന്ന സംഭവങ്ങളാണ് ആദ്യഘട്ടത്തിലുണ്ടായത്. ഹൈക്കോടതി ഓരോ തവണയും അന്വേഷണ പുരോഗതി കൃത്യമായി നിരീക്ഷിക്കുകയും കുറ്റവാളികൾ എത്ര ഉന്നതരായാലും അവരെ ജയിലിൽ അടക്കണമെന്ന് കർശന നിർദ്ദേശം നൽകുകയും ചെയ്തതോടെ പത്മകുമാറും വാസുവും ഉൾപ്പെടെയുള്ളവർക്ക് അടിയെണ്ണേണ്ടി വന്നു. എന്നാൽ കേസിലെ ഒന്നാം പ്രതിയായ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് സ്വാഭാവിക ജാമ്യം ലഭിച്ചതോടെ അന്വേഷണ സംഘത്തിൻ്റെ വിശ്വാസ്യത ഇപ്പോൾ ചോദ്യം ചെയ്യപ്പെടുകയാണ്. 90 ദിവസത്തിനകം കുറ്റപത്രം സമർപ്പിക്കുന്നതിൽ SIT മനഃപൂർവ്വം വീഴ്ച വരുത്തിയത് പ്രതികളെ രക്ഷിക്കാനാണെന്ന ആക്ഷേപം ശക്തമാണ്. സർക്കാർ തയ്യാറാക്കിയ തിരക്കഥയുടെ ഭാഗമായിട്ടാണ് ഈ ജാമ്യമെന്നും സ്വർണ്ണക്കൊള്ളയിൽ നിന്ന് ശ്രദ്ധ തിരിക്കാൻ ഇപ്പോൾ കൊടിമര കേസ് മനഃപൂർവ്വം കുത്തിപ്പൊക്കുകയാണെന്ന് പ്രതിപക്ഷം ആരോപിക്കുന്നു. സ്വർണ്ണ കവർച്ചയിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിനെതിരെയുള്ള ആരോപണങ്ങൾ ശക്തമായ സാഹചര്യത്തിലാണ് പിണറായി വിജയൻ ഇപ്പോൾ തൻ്റെ കുരുട്ടുബുദ്ധി ഉപയോഗിച്ചുകൊണ്ട് പുതിയ അന്വേഷണത്തിന് വഴിമരുന്നിട്ടതെന്നാണ് രാഷ്ട്രീയ കേന്ദ്രങ്ങളിലെ സംസാരം. 2017 UDF ഭരണകാലത്ത് നടന്ന കൊടിമര പുനഃപ്രതിഷ്ഠയിൽ ക്രമക്കേട് നടന്നോ എന്ന് പരിശോധിക്കാൻ വിജിലൻസ് പ്രത്യേക സംഘത്തെ നിയോഗിക്കാനുള്ള ഹൈക്കോടതി ഉത്തരവ് സർക്കാരിന് ഇപ്പോൾ വീണ് കിട്ടിയ വലിയൊരു അവസരമാണ്. വിജിലൻസ് ഡയറക്ടറുടെ നേതൃത്വത്തിലുള്ള സംഘം 30 ദിവസത്തിനുള്ളിൽ പ്രാഥമിക അന്വേഷണം പൂർത്തിയാക്കി റിപ്പോർട്ട് നൽകണമെന്നാണ് കോടതിയുടെ ഇടക്കാല ഉത്തരവ്. ഈ 30 ദിവസത്തിനുള്ളിൽ എങ്ങനെയും ഒരു കോൺഗ്രസ് നേതാവിനെയെങ്കിലും പ്രതിക്കൂട്ടിലാക്കി അകത്തിടാനുള്ള ശ്രമത്തിലാണ് ഇപ്പോൾ AKG സെൻറ്റർ എന്ന് UDFും ആരോപിക്കുന്നു. എങ്ങനെയെങ്കിലും അഴിമതിയുടെ കറ അത് കോൺഗ്രസിൻ്റെ തലയിൽ കെട്ടിവെച്ചുകൊണ്ട് ഈ വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിനെ നേരിടുക എന്ന പ്ലാൻ A, B, C എന്നീ പദ്ധതികളാണ് ഇപ്പോൾ അവർ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. അടൂർ പ്രകാശിനെ കേസിലേക്ക് വലിച്ചിഴയ്ക്കാനുള്ള നീക്കം ഇതിൻ്റെ ഒരു ഉദാഹരണമായിരുന്നു. സ്വർണ്ണക്കൊള്ള കേസിൽ അദ്ദേഹത്തെ ചോദ്യം ചെയ്ത് ഒരു ദിവസമെങ്കിലും ജയിലിൽ അടയ്ക്കാൻ കഴിഞ്ഞാൽ അത് വലിയ രാഷ്ട്രീയ നേട്ടമാകുമെന്ന് CPM കണക്കുകൂട്ടി. എന്നാൽ വളരെയധികം ആത്മവിശ്വാസത്തോടുകൂടി മാധ്യമങ്ങൾക്ക് മുന്നിലൂടെ കടന്നുപോയ അടൂർ പ്രകാശിൻ്റെ ചങ്കൂറ്റം കേരളം കണ്ടതാണ്. പിൻവാതിലിലൂടെ പുറത്തിറങ്ങാൻ പോലീസ് ഉദ്യോഗസ്ഥർ നൽകിയ ഉപദേശം അത് നിരസിച്ച അദ്ദേഹം താൻ നിരപരാധിയാണെന്ന് ഉറക്കെ പ്രഖ്യാപിച്ചു. ഇതോടെ അടൂർ പ്രകാശിനെതിരെയുള്ള നീക്കം പാളിയെന്ന് മനസ്സിലാക്കിയ CPM-ഉം സർക്കാരും പഴയ കൊടിമര ഫയലുകൾ പൊടിതട്ടിയെടുത്ത് വീണ്ടും രംഗത്തിറങ്ങിയിരിക്കുകയാണ്. നിലവിലെ രാഷ്ട്രീയ സാഹചര്യം CPM-നെ സംബന്ധിച്ചിടത്തോളം അത്ര ശുഭകരമല്ല. വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പ് സർവേകളെല്ലാം തന്നെ അത് UDFന് അനുകൂലമാണ്. കൂടാതെ പ്രതിപക്ഷ നേതാവ് നയിക്കുന്ന ജനകീയ യാത്രകളിലേക്ക് ജനലക്ഷങ്ങൾ ഒഴുകിയെത്തുന്നത് സർക്കാരിനെ ഭയപ്പെടുത്തുന്നുണ്ട്. ഭരണവിരുദ്ധ വികാരം ഇപ്പോൾ ആളിക്കത്തുമ്പോൾ എന്ത് വില കൊടുത്തും അധികാരം നിലനിർത്തേണ്ടത് CPM നേതൃത്വത്തിന് ഇപ്പോൾ അനിവാര്യമാണ്. അല്ലാത്ത പക്ഷം ലാവ്ലിൻ കേസ് മുതൽ ശബരിമല കൊള്ള വരെയുള്ള കേസുകളിൽ നിലവിലെ നേതൃനിര മുഴുവൻ ജയിലിൽ പോകേണ്ടി വരുമെന്ന ഭീതി അവർക്കുണ്ട്. ഈ പശ്ചാത്തലത്തിലാണ് 60 ദിവസത്തിനുള്ളിൽ വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിന് മുൻപ് തന്നെ 30 ദിവസത്തെ വിജിലൻസ് അന്വേഷണം എന്ന കടുപ്പമേറിയ തന്ത്രം സർക്കാർ ഇപ്പോൾ പയറ്റുന്നത്. ചുരുക്കത്തിൽ ശബരിമലയുടെ വിശുദ്ധിയെപ്പോലും രാഷ്ട്രീയ ആയുധമാക്കുന്ന രീതിയാണ് ഇപ്പോൾ ഇവിടെ കാണുന്നത്. ഹൈക്കോടതിയുടെ ദേവസ്വം ബെഞ്ച് അന്വേഷണത്തിന് ഉത്തരവിട്ടത് നിയമപരമായിട്ടുള്ള നടപടിയാണെങ്കിലും അത് നടപ്പിലാക്കുന്ന വിജിലൻസ് സംവിധാനം സർക്കാരിന് നേരിട്ടുള്ള നിയന്ത്രണത്തിലാണ്. 2017 രേഖകളും മഹസറും പരിശോധിക്കുമ്പോൾ പുതിയ കഥകൾ ചമയ്ക്കപ്പെടാൻ സാധ്യതയുണ്ടെന്ന് ഭയപ്പെടുന്നു. എന്നാൽ കേരളത്തിലെ ജനങ്ങൾ ഇതെല്ലാം തന്നെ തിരിച്ചറിയുന്നുണ്ട്. കാരണം ഇവിടെ വെറും 30 ദിവസം കൊണ്ട് ഇത്തരത്തിൽ തിരക്കിട്ട അന്വേഷണം നടത്തിക്കൊണ്ട് രാഷ്ട്രീയ എതിരാളികളെ പടുകുഴിയിലേക്കെല്ലാം തള്ളിവിടാമെന്നത് സർക്കാരിൻ്റെ വ്യാമോഹം മാത്രമായി മാറാനാണ് സാധ്യത. ഏതായാലും വരും ദിവസങ്ങളിൽ ഈ അന്വേഷണവും അതുണ്ടാക്കുന്ന രാഷ്ട്രീയ പ്രത്യാഘാതങ്ങളും കേരള രാഷ്ട്രീയത്തെ ഉഴുതുമറിക്കുമെന്ന കാര്യം ഉറപ്പാണ്.